23-ാം തീയതി ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ബൈജു വട്ടപ്പാറ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. എന്തെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ മേലൊരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന്. അത് പ്രകാരം ഞാൻ ഓടി ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പരാതിക്കാർ മകൾ മറ്റേ ഐസൈയുടെ അടുത്തിരിക്കുകയും മാല കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, അവൾ വീട്ടിൽ ജോലിക്ക് വന്നത് ബിന്ദു ആണ് മാല എടുത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ്. അപ്പോഴും മാഡം ഒന്ന് വെളിയിൽ നിൽക്കുക പറഞ്ഞിട്ടാണ് എസ് ഐ എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ച ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസർ അടുത്ത് കൊണ്ടുപോയി എന്നെ ഭയങ്കരമായിട്ട് തന്നെ ചോദ്യം ചെയ്ത് താങ്ങാവുന്നപ്പുറമായിരിക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പനവൂർ സ്വദേശിന് ബിന്ദുവിന് ഇപ്പോഴും ഉള്ളു നീറുകയാണ്. 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെൺമക്കളെ 2 പേരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും DGPക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ബിന്ദു ആരോപിച്ചു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും മാനസികമായി ഒരുപാട് അധികം പീഡനങ്ങൾ നേരിടുന്ന ബിന്ദുവാണ് നമ്മളൊപ്പം ചേരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടുള്ള വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. വളരെ വേദനിപ്പിക്കുന്നതിന് അങ്ങ് അറ്റവരെന്നെ വേദനിപ്പിച്ചു. ഭക്ഷണം നൽകാതെയും അന്ന ദിവസമൊന്നും ആഹാരവും വെള്ളമോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഉറങ്ങാനും സമ്മതിച്ചില്ല. അടുത്ത ദിവസം രാവിലെയാണ് പിറ്റേന്ന് രാവിലെയാണ് എന്റെ ചേട്ടൻ വന്ന് എന്റെ ജാമ്യത്തിലൊന്നുമല്ല എന്നെ വിട്ടിരിക്കുന്നത്. പരാതി ഇല്ലാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത്? പരാതിയില്ല, അവരെ സാധനം പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്നാണ് ഓമനാണ്ടൻ അവരെ പരാതി എഴുതി. മക്കളൊക്കെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. മക്കളൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മറ്റുള്ള പോലീസുകാർ ഇതേപോലെ തന്നെയാണോ എസ് ഐ അല്ലാതെ? വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്? തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഇതേപോലെ കേസിൽ ഉൾപ്പെടുത്തുന്നൊക്കെ? അത് ഈ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെ എന്നെ ഈ മാനസികമായിട്ട് പീഡിപ്പിച്ച ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ മോഷണ കേസ് പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത്തരത്തിലാണ് സമാനതകളില്ലാത്ത പീഡനമാണ് ബിന്ദു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടത്. ഇപ്പോൾ എസ് ഐക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. മറ്റുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബിന്ദു അറിയിക്കുന്നത്. ക്യാമറാമാൻ അരുൺ ബാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംഭവം വിവാദമായതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. GD ചാർജുള്ള പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനമുണ്ട്. സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ്, ഇത് 4 ആഴ്ചയോളം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ചു. അതും അവർ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും മാല നഷ്ടപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് മോഷണക്കുറ്റം ആരോപിച്ച് ഈ സ്ത്രീയെ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്താണ് ബിന്ദു പറയുന്നത്? കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ചുൾപ്പെടെ ക്രൂരമായ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് ബിന്ദു പറയുന്നുണ്ടല്ലോ. പിന്നീട് ഇപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം വിവാദമായത്, പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്? കഴിഞ്ഞ മാസം 14 മുതൽ 19 തീയതി വരെയാണ് ഓമന ഡാനിയൽ എന്ന ഈ ബിന്ദു വീട്ടുജോലിക്ക് പോയ വീട്ടിൽ നിന്നും 2.5 പവൻ മാല മോഷണം പോയി എന്ന് പരാതി വരുന്നത്. പിന്നെ 23-ാം തീയതി ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അതേസമയത്ത് ഈ പരാതി കൊടുത്ത വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു.
യാതൊരുവിധ ചോദ്യം ചെയ്യൽ നടപടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താതെ ബിന്ദുവിന് നേരെ അസഭ്യവർഷവും നടത്തുകയും അതേപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് വീട്ടിൽ അറിയിക്കാതെയായിരുന്നു ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചു വെക്കുകയും പിന്നെ വീട്ടുകാർ അന്വേഷിച്ച് വരികയായിരുന്നു. ഒരുപാട് സമയം വീട്ടിൽ നിന്നും ഫോൺ കോളുകൾ വരുമ്പോഴും ബിന്ദു ഇന്നേപോലെ സ്റ്റേഷനിലാണ് എന്ന് വീട്ടുകാരെ അറിയിക്കാൻ ഈ എസ് ഐയും പോലീസുകാരും സമ്മതിച്ചില്ല എന്ന് ബിന്ദു പറയുന്നു. അതിനുശേഷം വീട്ടുകാരെത്തി ഭക്ഷണം കൊടുക്കാനോ വെള്ളം നൽകാനോ ഒന്നും ഈ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ആരും തന്നെ സമ്മതിച്ചിരുന്നില്ല. പുലർച്ചെ 3 മണിവരെ ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല, ഭക്ഷണം നൽകിയിരുന്നില്ല. 3 മണിവരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ ബിന്ദുവിനോട് പെരുമാറുന്നു. അതിനിടെ 9 മണി ആ സമയത്ത് ബിന്ദുവിനെയും ഈ പരാതിക്കാരെയും കൂട്ടി ബിന്ദുവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് തൊണ്ടിമുതലോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. തിരിച്ചെത്തിയിട്ടും വളരെ മോശമായിട്ട് തന്നെയായിരുന്നു ബിന്ദുവിനോട് പെരുമാറിയത്. തൊട്ടടുത്ത ദിവസം 12 മണിക്കാണ് ബിന്ദുവിന് തിരിച്ച് ഫോൺ ലഭിക്കുന്നത്. പിന്നീടാണ് ഈ കളവ് പോയ മുതൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്നതും പിന്നീട് പരാതിയില്ല, ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ വിട്ടുപോകണം, ഈ ഭാഗത്ത് ഇനി കണ്ടുപോകരുത്, കാപ്പ ചുമത്തി പറഞ്ഞു വിടുക എന്നുള്ള രീതിയിലേക്കായിരുന്നു പിന്നീട് പോലീസിന്റെ നടപടി. പിന്നീട് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ പരാതി നൽകുകയും അവിടെയും ബിന്ദു നേരിട്ടത് സമാനതകളില്ലാത്ത നീതി നിഷേധമാണ്. അവിടെയും വ്യക്തമായ രീതിയിലുള്ള ഒരു നടപടിയോ കൃത്യമായി സർക്കാർ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ബിന്ദുവിന്റെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ബിന്ദു മാധ്യമങ്ങളെ മുന്നിലേക്ക് എത്തുന്നതും ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് വരികയും അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിക്കുകയും ഈ വിഷയം ഇത്രയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തത്. തീർച്ചയായും സാരംഗ്, ഈ സംഭവത്തിന് ശേഷം ഈ സ്റ്റേഷനിൽ വെച്ച് ഇത്രയധികം ദുരനുഭവം ഉണ്ടാകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതോടൊപ്പം DGPക്കും അടക്കം പരാതി നൽകിയതാണ്. അന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമുണ്ട്. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു? മാത്രമല്ല ഈ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ? മറ്റുള്ള പോലീസുകാരെ സ്ഥലംമാറ്റൽ നടപടികൾ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ DGPക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ പകർപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പോലും ആ പരാതി കൊടുത്ത സമയത്ത് അത് മേശപ്പുറത്ത് വെക്കുകയായിരുന്നു. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ബിന്ദു നമ്മളോട് പറയുന്നത്. മാത്രമല്ല ഇത്രയും ഒരു ദളിത് സ്ത്രീയാണ്. ദളിത് സ്ത്രീ എന്ന രീതിയിലായിരുന്നു ബിന്ദുവിനടുത്ത് ഇത്രയും മോശമായ രീതിയിൽ പോലീസുകാർ പെരുമാറിയത്. ശാരീരികമായി ഉപദ്രവിച്ചില്ലെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അടിക്കാൻ ഓങ്ങി എന്നൊക്കെ ബിന്ദു നമ്മളോട് പങ്കുവച്ചിരുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികളെ 2 പെൺകുട്ടികളാണ് ബിന്ദുവിനുള്ളത്. ആ 2 പെൺകുട്ടികളെയും ഭർത്താവിനെയും കള്ളക്കേസിൽ കൊടുക്കും, ജയിലിലടക്കും. അങ്ങനെ ആ രീതിയിൽ മാനസികമായി തന്നെ തകർക്കുന്ന രീതിയിലായിരുന്നു ബിന്ദുവിനോട് പോലീസുകാർ പെരുമാറിയത്. ആത്മഹത്യക്ക് പോലും മുതിരാൻ നിൽക്കുന്ന സമയത്ത് പെൺമക്കളെ ഓർത്ത് മാത്രമാണ് അതിന് തയ്യാറാകാതിരുന്നതെന്നാണ് ബിന്ദു നമ്മളോട് പറഞ്ഞത്. ഭക്ഷണം നൽകാൻ വേണ്ടി ഭർത്താവ് എത്തിയ സമയത്ത് വിഷം നൽകിയ പ്രതിയെ കൊല്ലാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ബിന്ദു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുണ്ടായത്. വളരെ മോശം രീതിയിൽ, അതായത് ഒരു സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഒരു യുവതിയെ പ്രതി എന്ന രീതിയിലാണ് പ്രതി അർഹിക്കുന്ന ഒരു മാന്യത പോലും പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിഭീകരമായിട്ടുള്ള പീഡനമാണ് ബിന്ദുവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം വൈകുന്നേരം 4 മണിക്ക് സ്റ്റേഷനിലെത്തി അടുത്ത ദിവസം ഏകദേശം ആ സമയം ആവുമ്പോഴേക്കും അത്രയും സമയം ഇത്രയും പീഡനവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിന്ദുവിന്. പോലീസ് സ്റ്റേഷനിൽ നിന്നും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ട് നാട്ടുകാരുടെ മുൻപിൽ ഒരു കള്ളി എന്നുള്ള ഒരു പേര് പോലും നേരിടേണ്ടി വന്നു. ആ രീതിയിലുള്ള നോട്ടങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നു എന്നും ബിന്ദു നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സാരംഗ്, ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ബിന്ദു അതിൽ സംതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ബിന്ദുവിന്റെ നിയമ പോരാട്ടം അവസാനിക്കുകയാണ്, അതോ ഈ ഒരു കർശനമായ നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണമെന്ന ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്? ഇപ്പോൾ നിലവിൽ അന്വേഷണ വിധേയമായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കടുത്ത നടപടിക്ക് സാധ്യതയുണ്ടോ? ഈ SIക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ സാരംഗ്?
അന്വേഷണ വിധേയനായിട്ടാണ് ഇപ്പോൾ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ള പോലീസുകാർക്കെതിരെയും ഇത്തരത്തിലുള്ള അന്വേഷണം SI ഉൾപ്പെടെയുള്ള എല്ലാ പോലീസുകാർക്ക് എതിരെയും വകുപ്പ് തല അന്വേഷണം ഏതു തരത്തിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാകും. ബിന്ദു കൂടുതൽ നിയമപരമായ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് നിലവിൽ ബിന്ദു നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല ഇതൊരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് പട്ടികജാതി അല്ലെങ്കിൽ ദളിത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ദളിത് വർഗ മനുഷ്യർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരു പ്രതികരണമായി തന്നെ കാണിച്ചുകൊണ്ട് ബിന്ദു നിയമപോരാട്ടത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല പോലീസുകാർക്കെതിരെ കൃത്യമായിട്ടുള്ള വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഏറെ നടുക്കത്തോടെയാണ് അവർ ആ ദിവസങ്ങളെ, പ്രത്യേകിച്ച് ഏറെ വേദനയോടെയുള്ള ആ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയാണ് ചെയ്തത്. എന്തായാലും സംഭവം വിവാദമായതോടെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി, അതായത് അവരെ സ്ഥലം മാറ്റാനുള്ള തീരുമാനവും നിലവിലെടുത്തിട്ടുണ്ട്. ED കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായക രേഖകൾ കണ്ടെത്തി വിജിലൻസ്. ED സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസിന്റെ നിഗമനം. കേസിൽ പിടിയിലായ 3 പേരെയും വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. പിന്നീട് പറയാം. പിന്നീട് പറയാം. അങ്ങനെ പരാതികൾ വരുന്നുണ്ട്. ആരുടെ ഓഫീസ്? റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് പരിശോധിച്ച് പറയാം. കുറച്ച് ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ട്, പരിശോധിച്ച് പറയാം. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ EDക്ക് കൈമാറിയിരുന്നത് രഞ്ജിത്ത് വാര്യരാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നവരുടെ പട്ടികയും ഡിജിറ്റൽ തെളിവുകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. ED സമൻസ് അയച്ച 30ഓളം പേർ ഈ ലിസ്റ്റിലുണ്ട് എന്നാണ്. അതായത് ഈ രഞ്ജിത്തിന്റെ ഡയറിയിലെ പട്ടികയിൽ ഉണ്ടായിരുന്നു. രഞ്ജിത്തിന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പണം തട്ടുന്നതിന് രഞ്ജിത്ത് ഈ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. രഞ്ജിത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഇടനിലക്കാരെ വെച്ച്, ഏജന്റുമാരെ വെച്ച് ED എങ്ങനെയാണ് കൈക്കൂലി വാങ്ങുന്നത് എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ സംഭവങ്ങൾ. നിലവിൽ 3 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. അവരെ ഇപ്പോൾ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി വിജിലൻസ് ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഈ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള ED ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ, അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി ഇടപാടുകളിൽ, കൈക്കൂലി കേസിൽ പങ്കുണ്ട് എന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആജ്ഞ. നിലവിൽ അതായത് ഈ വിഷയത്തിൽ ഏറ്റവും പുതിയതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയ രേഖകളാണ്. രഞ്ജിത്തിന്റെ ഡയറിയിൽ ഈ 30ഓളം പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ രഞ്ജിത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് സാമ്പത്തികമായി പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുടേതും അതുപോലെ ED സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടേതുമായ ലിസ്റ്റാണ് രഞ്ജിത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അതുമാത്രമല്ല EDയുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകൾ വരെ രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്നും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളാണ് EDയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രഞ്ജിത്തിന്റെ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്ന അയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ED മുഴുവൻ തിരിമറികളും, അതായത് കൈക്കൂലിയും കോഴയും ഒക്കെയുള്ള ആയിട്ടുള്ള എല്ലാ തിരിമറികളും നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. ഈ മുഖ്യ കണ്ണിയാണ് രഞ്ജിത്ത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. ടോം ചോദിച്ച മറ്റൊരു കാര്യം, ED ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിജിലൻസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഈ നിലവിലുള്ള തെളിവുകൾ തന്നെ മതിയാകും ഈ വിജിലൻസിന് ED ഉദ്യോഗസ്ഥർക്കെതിരെ
കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള മതിയായ തെളിവുകൾ ഉണ്ട്. അതായത് നിലവിലുള്ള ആരോപണങ്ങൾ തന്നെ ധാരാളമാണ്. ചോദ്യം ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം, ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ED ഉദ്യോഗസ്ഥർ, അതായത് മറ്റൊരു ഇതുപോലെ തന്നെ ഒരു സുരക്ഷാ ഒരു നിയമ സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ, അതും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ, അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ. അതുപോലെ കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ വിനോദ് കുമാർ, ഈ രണ്ടുപേരെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിജിലൻസിന്റെ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. അതേസമയം ശേഖർ കുമാറിനെതിരെ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അയാൾ ഈ കൊല്ലത്തെ വ്യാപാരി അനീഷ് ബാബുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾ ഒന്നാമത്തെ പ്രതിയുമാണ്. ഈ ഒന്നാം പ്രതി എന്നുള്ള നിലയിൽ ശേഖർ കുമാറിനെ എപ്പോഴേ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ട് ഈ ED ഉദ്യോഗസ്ഥൻ, രണ്ടാമതായി പുറത്തു വന്ന ED ഉദ്യോഗസ്ഥന്റെ പേര്, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ, ഈ വിനോദ് കുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം വിജിലൻസിന് മുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ ട്രാൻസാക്ഷൻ, ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയിട്ടുള്ള മറ്റ് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ട സാഹചര്യം. കൊല്ലത്തെ വ്യവസായിയായ അനീഷ് ബാബുവിന് പുറമെ ജെയിംസ് എന്നൊരാൾ കൂടി, ഒരു വ്യക്തി കൂടി കഴിഞ്ഞ ദിവസം EDക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ED കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ നിലവില് ഈ ശേഖർ കുമാറും വിനോദ് കുമാർ, ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തില് EDയുടെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ED അന്വേഷണവുമായി, വിജിലൻസിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണോ? EDയോട് ഈ കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് SP അറിയിച്ചത്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ED ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അല്പം മുൻപ് വിജിലൻസ് SP ശശിധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതുമാത്രമല്ല, ED ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റേണൽ എൻക്വയറി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം പരിശോധനയിൽ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ വിജിലൻസിന് മുന്നുള്ള വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മുൻപുണ്ടായിരുന്ന കേരളത്തെ ഞെട്ടിച്ച കുറേ സാമ്പത്തിക അഴിമതി കേസുകളൊക്കെ അന്വേഷിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രമുഖരെ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ നിരന്തരം വിളിക്കുകയും ചെയ്തിരുന്ന ED അതുപോലെ തന്നെ വലിയ ഒരു കുരുക്കിൽ ചെന്ന് പെടുക എന്നുള്ളതും EDയുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു തരത്തിലേക്ക് മാറുക എന്നുള്ളതും ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വിജിലൻസിനെ സംബന്ധിച്ചുള്ള വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ED അന്വേഷിച്ചിട്ടുള്ള കേസുകളിലെല്ലാം ഇത്തരം ഇടപെടലുകൾ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വെളിപ്പെടുത്തൽ, വലിയ നിർണായകമായ തെളിവ് പുറത്തു വന്നത് ഈ മുകേഷ് എന്ന് പറയുന്ന ആള്, രാജസ്ഥാൻ സ്വദേശിയായ മുകേഷിനെ സംബന്ധിച്ചിട്ട് അയാൾ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട അതിലൊരു കണ്ണിയാണ്. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പണത്തിന്റെ, അതായത് ഇവർക്ക് കിട്ടുന്ന വിഹിതം എന്ന് പറയുന്നത് 10%. 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മീഷൻ കഴിഞ്ഞുള്ള തുക ED ഉദ്യോഗസ്ഥർ പറയുന്നിടത്തേക്ക് ഹവാല ഇടപാട് വഴിയാണ് മുകേഷ് എത്തിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പണത്തിന്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു തെളിവുകളിലേക്ക് പോകാൻ ഇപ്പോൾ നിലവിൽ വിജിലൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വിജിലൻസ് നേരിടുന്ന ഏറ്റവും വലിയ പരിമിതി. അതാണ് കാരണം. ഈ പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ, അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ തെളിവുകൾ, ബാങ്കിൽ നിന്നും പണം മാറിയിട്ടുള്ള തെളിവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഉണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയെ ഇപ്പോഴത്തെ, അതായത് ഈ ഹവാല ഇടപാട് വഴിയാണ് പണം കൈമാറ്റം നടത്തിയിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ കൊണ്ടുവരാൻ 0% മാത്രമാണ് വിജിലൻസിന്റെ മുന്നിലുള്ള സാഹചര്യം. അതല്ല, മറ്റു തെളിവുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഈ രഞ്ജിത്തിന്റെ വിവരങ്ങൾ, രഞ്ജിത്തിന് റൂമിൽ നിന്നും കിട്ടിയിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അയാളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. അത്തരം തെളിവുകളിലേക്കൊക്കെ EDയുമായി ബന്ധപ്പെടുത്തുന്ന മറ്റു കണ്ണികൾ, ഈ ശേഖർ കുമാറുമായി ബന്ധപ്പെടുത്തുന്ന മറ്റു കണ്ണികൾ, അതുപോലെ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണെന്ന് വിനോദ് കുമാറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് കുമാറിനെതിരെയുള്ള ആരോപണം ആദ്യത്തേതല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ആരോപണവും ഏറ്റവും പുതിയതായിട്ട് ഉയർന്നു വന്ന ആരോപണം അതാണ്. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, അതാണ് വിനോദ് കുമാർ. ഈ വിനോദ് കുമാറിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിലെ, അതായത് EDയിലെ ആ അന്വേഷണ യൂണിറ്റിലെ പല ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായ രീതിയിൽ ED കൈക്കൂലി വാങ്ങി കേസുകൾ ഒതുക്കി തീർത്തിരിക്കാം എന്നൊരു ആരോപണം കൂടി ഉണ്ടല്ലോ. ആ കേസുകളൊക്കെ, ആ സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ?
തീർച്ചയായിട്ടും ടോം, കാരണം 2 കേസുകളിൽ മാത്രമാണ് ഇ ഡി ഇത് നിലവിൽ നടപടിയെടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ കേസുകളും ഏതൊക്കെയോ ഘട്ടങ്ങളിൽ തേഞ്ഞു മാഞ്ഞു പോയതായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുകളിൽ ഇ ഡി എടുത്ത നിലപാടെന്താണ്, ഇ ഡി ഉദ്യോഗസ്ഥരെടുത്തിട്ടുള്ള നിലപാടെന്താണ്, ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്യവസായി അനീഷ് ബാബു വ്യക്തമാക്കിയതിനനുസരിച്ചിട്ട് ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ വിനോദ് കുമാർ ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് തറയിലിരിക്കട എന്ന് അനീഷിനോട് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹം മലയാളിയാണെന്ന് താൻ മനസ്സിലാക്കുന്നത്. അതേസമയം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ വേ ടു സെറ്റിൽ ദിസ് കേസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മറ്റ് സമീപത്ത് നിന്ന ആളുകളുടെ മുഖത്തൊന്നും ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷെ തനിക്ക് അപ്പോൾ മനസ്സിലായില്ല, ഇത് കൈക്കൂലി നൽകാനായിരുന്നു എന്ന് മനസ്സിലായിരുന്നില്ല എന്ന് പറയുന്നു അനീഷ് ബാബു. അതിനുശേഷം വഴിയെ ഈ ഏജന്റ് സമീപിക്കുകയും ഏജന്റിനെ ഇ ഡിയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ, അതായത് ഏജന്റ് ഇ ഡിയുടെ ആളാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എന്ന് ഏജന്റ് തന്നെ പറഞ്ഞത് വീണ്ടും ഇയാൾക്ക് അനീഷ് ബാബുവിന് സമൻസ് അയപ്പിക്കാമെന്നായിരുന്നു. ആ സമൻസ് ഏജന്റ് പറഞ്ഞ ദിവസം തന്നെ ഈ അനീഷ് ബാബുവിന് കിട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല ഏജന്റുമാർക്ക് നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്ന് ഇ ഡി ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതുമാണ് അനീഷ് ബാബു നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അന്ന് ഇ ഡി ഓഫീസിൽ അനീഷ് ബാബുവിന് ചോദ്യം ചെയ്യൽ നിർത്തിയപ്പോൾ നടന്നിരുന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ ഇയാൾ ഈ വിൽസൺ എന്ന് പറയുന്ന തമ്മന സ്വദേശിയായിട്ടുള്ള ഏജന്റ് പറഞ്ഞു കേൾപ്പിച്ചു എന്നും അനീഷ് ബാബു വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഇ ഡിയുമായി ഇവർ കണക്റ്റഡ് ആണ് എന്നുള്ളത് തെളിവ് നിർത്താൻ അനീഷ് ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു താനും. മാത്രമല്ല ഈ വിനോദ് കുമാർ എന്ന് പറയുന്ന ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇ ഡിയിലെ നിരവധി ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാണ്, അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് 30ഓളം പേരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതും ഇ ഡി കേസിൽ സമൻസ് കൈപ്പറ്റിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല സാമ്പത്തിക അഴിമതി അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന മറ്റാളുകളുടെയും ലിസ്റ്റ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തിനെ മുഖ്യ കണ്ണിയാക്കി, അല്ലെങ്കിൽ അയാളെ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചത്. പക്ഷേ ഇനി എന്തായാലും വിജിലൻസിന്റെ നീക്കം ഇ ഡി ഉദ്യോഗസ്ഥരാണ്. തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. നിലവിൽ ശേഖർ കുമാർ, ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാർ ഈ കേസിൽ 1-ാം പ്രതിയാണ്. കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഈ കേസിൽ കുടുങ്ങുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത. തീപിടുത്തവും കട ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. 1 മാസം മുൻപാണ് ഉടമ മുകുന്ദന് കുത്തേറ്റത്. വ്യാപാര പങ്കാളിയായിരുന്ന പ്രകാശ് എന്നയാൾ കേസിൽ നിലവിൽ റിമാൻഡിലാണ്. അതേസമയം തീപിടുത്തത്തിൽ സംയുക്ത പരിശോധന തുടരുകയാണ്. പോലീസും ഫയർഫോഴ്സും 5 വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന. കെട്ടിടത്തിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും ഫയർഫോഴ്സ് NOC നൽകിയിരുന്നില്ലെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഇന്നലെ വൈകുന്നേരം 5:05-നാണ് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. 5:06 തന്നെ അവിടുന്ന് വണ്ടി പുറപ്പെടുകയും 5:08 സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് എല്ലാ നിലയങ്ങളിലേക്കും പാസ് ചെയ്തു. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും 2 വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ എയർപോർട്ടിലെ ഒരു വാഹനവും ഇങ്ങോട്ട് എത്തിച്ചു. അങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് 10 മണിയോടുകൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെ 5:30 കംപ്ലീറ്റ് ആയിട്ട് അണക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും എക്സിജൻസി വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഹനം ഇവിടെ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. സംഭവത്തിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് കോർപ്പറേഷനും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർക്കുള്ളത് പറയാൻ വേണ്ടി പറഞ്ഞത്. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ
കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. സംഭവത്തിൽ UDF ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഇവിടെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ 5 ഏജൻസികൾ ഈ സംഭവത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണല്ലോ പ്രധാനമായി ഉയർന്നു വരുന്നത്. ടോം, കോഴിക്കോട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് 4-5 മണിക്കൂറോളം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു അപകടമാണ് ഇന്നലെ കോഴിക്കോട് മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നത്. ഈ കെട്ടിടത്തിന്റെ 2 ഇടങ്ങളിലായാണ്, അതായത് 1-ാം നിലയിലും 2-ാം നിലയിലും 2 ഇടങ്ങളിലായാണ് തീപിടുത്തം പ്രത്യക്ഷമായത് എന്നാണ് സമയം മുമ്പ് ഫയർ ഓഫീസർ വ്യക്തമാക്കിയത്. അതായത് തീപിടുത്തം നടന്ന് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സിന് ഇക്കാര്യത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നതും 2-3 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്രത്യക്ഷമായിരുന്നത് 2ഇടത്തായി തീ പടർന്നു എന്നതാണ്. ഇപ്പോഴും എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്താ എന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പ്രാഥമികമായി പതിവായി പറയുന്ന പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണം എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ പോലും 2 ഇടങ്ങളിലായി ഒരേ സമയത്ത് എങ്ങനെ തീ കണ്ടെത്തി എന്നതാണ് ഏറെ ഒരു കുഴപ്പിക്കുന്ന പ്രശ്നം. ഇതിൽ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് പരിശോധന നടത്തി തെളിവ് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഫോറൻസിക് പരിശോധനയൊക്കെ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമാവും എന്താണ് ഈ അപകട കാരണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ചില വിവരങ്ങൾ ലഭിക്കൂ. എന്തായാലും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന വലിയ സ്ഥാപനമാണ് തീപിടിച്ചത്. അദ്ദേഹം ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ യൂണിഫോം വിതരണവുമായി ബന്ധപ്പെട്ട മൊത്ത കച്ചവടക്കാരനാണ്. പ്രമുഖ കമ്പനികളുടെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടന്നു പോകുന്ന ഒരു ആൾ കൂടിയായിരുന്നു അദ്ദേഹം. പലതരത്തിൽ നിന്നുള്ള പണം സമാഹരിച്ചാണ് ഈ യൂണിഫോം വിൽപ്പന ഏറ്റവും വലിയ സീസൺ എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്ന കാലമാണ്. ആ സ്കൂൾ തുറപ്പ് സീസൺ ലക്ഷ്യമിട്ടാണ് ഇത്രയധികം യൂണിഫോം തുണിത്തരങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നത്. ആ ശേഖരത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. കോടികളുടെ നഷ്ടം ഉണ്ടാവും എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോഴും എത്ര കോടിയുടെ നഷ്ടം എന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒപ്പം ഈ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് ഈ മൊഫീസിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കെട്ടിടം. അവിടെ ഈ മുകൾ ഭാഗത്തെ നില പൂർണ്ണമായും മുൻവശം വരാന്തയായി ഒഴിച്ചിടേണ്ട സ്ഥലമാണ്. ആളുകൾക്കൊക്കെ നടന്നു പോകാനൊക്കെ പാകത്തിൽ ഒഴിച്ചിടേണ്ട ഇടമാണ്. ഉള്ളിൽ ഷട്ടറുകളുള്ള കടമുറികളും. പക്ഷേ ഇത് ഒന്നായി തന്നെ ഇദ്ദേഹം വാങ്ങിയിരിക്കുകയാണ്. അവിടെ 1-2 ഒരു മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ട കടയും മറ്റ് 2 ഒരു അപ്പാരൽ ഷോപ്പും, കാലിക്കറ്റ് അപ്പാരൽസ് എന്ന പേരിൽ അടിവസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അത് ആ 3 ഷട്ടറുകളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഷട്ടറുകൾ നശിച്ച് തീപിടുത്തത്തിൽ നശിച്ചു. ഒപ്പം ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഒരു 2-3 കടമുറികളുണ്ട്, അതും നഷ്ടപ്പെട്ടു. ബാക്കി മുഴുവൻ ഈ മുകുന്ദൻ എന്ന ആളുടെ പേരിലുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനമായിരുന്നു. അവിടെയാണ് ഈ തീപിടുത്തം വന്നും പൂർണ്ണമായി നശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനധികൃതമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പിന്റെയും ഈ മുകുന്ദൻ എന്ന ആളുടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഉള്ള പരാതികൾ, ആരോപണങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു തരത്തിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിനോ അല്ലെങ്കിൽ നേരിട്ട് വെള്ളം ചീറ്റിക്കുമ്പോൾ അത് മുറിക്കുള്ളിലേക്കോ പോലും ഈ സ്റ്റോക്ക് കത്തുന്ന സ്ഥലത്തേക്കോ പോലും എത്തുന്നതിനൊരു സാഹചര്യം ഉണ്ടായില്ല. ഇതിന്റെ എല്ലാ വശങ്ങളും ഈ ടിൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു. വളരെ കൺസീൽഡായി, അതായത് എയർ കണ്ടീഷൻ സംവിധാനം പ്രവർത്തിക്കുന്നതിനാൽ ഒരു തരി പോലും കാറ്റ് പോലും അകത്തേക്ക് കയറാൻ പര്യാപ്തമല്ലാത്ത വിധം അടച്ചു കെട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം ചീറ്റിക്കുമ്പോഴും അത് തകരപാത്രങ്ങളിൽ തട്ടിത്തെറിക്കുന്നതല്ലാതെ മറിച്ച് അകത്തേക്ക് പോകാത്ത ഒരു സാഹചര്യമുണ്ടാണ്. അതാണ് ഏറ്റവും അധികം ഈ തീപിടുത്തത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഒപ്പം പോളിസ്റ്റർ തുണിത്തരങ്ങളും മറ്റുമൊക്കെയാണ് യൂണിഫോം നിർമ്മിക്കുന്നതിനെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ യൂണിഫോമിൽ വെള്ളം വീണാൽ പോലും ഈ തുണിത്തരങ്ങൾ കത്തുമ്പോൾ അതിൽ വെള്ളം വീണാൽ പോലും കെടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്ര സങ്കീർണമായ ഒരു തീപിടുത്തമായി മാറിയത്. കോഴിക്കോട് നഗരത്തിന്റെ സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഫയർഫോഴ്സുകൾ എത്തി. വിമാനത്താവളത്തിൽ നിന്ന് വരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയാണ് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഏതാണ്ട് 10-11 കൂടി തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ സ്ഥാപനത്തിന്റെ ഉടമയായ മുകുന്ദന് ഒരു മാസം മുമ്പ് ഒരു ആരോപണം ഉയർന്നു വന്നത് 1 മാസം മുൻപ് ഈ കട ഉടമ മുകുന്ദന് കുത്തേറ്റതാണ്. ഇയാളുടെ ബിസിനസ് പാർട്ണറായിട്ടുള്ള
പ്രകാശ് ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് അറസ്റ്റിലാവുകയും നിലവിൽ റിമാൻഡിലുമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ കട ഉടമയ്ക്ക് കുത്തേറ്റതുമായി ഈ സംഭവത്തിന്, ഈ തീപിടുത്തത്തിന് ബന്ധമുണ്ട് എന്നാണോ? അത്തരം വലിയ ആരോപണം വരുന്നുണ്ടല്ലോ. പോലീസ് അങ്ങനെ ഒരു സംശയമുണ്ടോ അനീഷ്? അത്തരം ചില സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തുന്ന നേരിട്ടുള്ള തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭ്യമല്ല. അതുകൊണ്ട് ഈ തീപിടുത്തവും ഈ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ പോലീസ് ഇക്കാര്യം വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം മുമ്പാണ് മുകുന്ദന് തൻ്റെ മുൻ ബിസിനസ് പങ്കാളിയായ പ്രകാശ് എന്നയാളിൽ നിന്നും കുത്തേറ്റത്. ഇരുവരും അടുത്ത ബിസിനസ് നടത്തുന്നതിൽ പങ്കാളികളായി മുന്നോട്ട് പോയിരുന്നു. പല ബിസിനസ്സുകളിലും ഇരുവർക്കും നിക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിയുകയും ഇരുവർക്കും ഉടമസ്ഥതയുള്ള ചില സ്ഥാപനങ്ങളെ ചൊല്ലി തർക്കം നടക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സമീപമുള്ള ഒരു വസ്തുവിലെ ചില നിർമ്മിതികൾ ഈ മുകുന്ദൻ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് രാത്രി പൊളിച്ചു നീക്കി എന്ന് ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ ഈ പ്രകാശും ഈ മുകുന്ദൻ്റെ ഒരു സ്ഥലത്തെ നിർമ്മിതികൾ രാത്രി സിനിമാ സ്റ്റൈലിൽ വന്ന് തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷമാണ് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇരുവരും പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പ്രകാശ് ഈ മുകുന്ദനെ കുത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് മുകുന്ദൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. വധശ്രമത്തിന് പ്രകാശിനെതിരെ കേസെടുക്കുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ഈ പ്രകാശ് റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്രയധികം ഒരു ബിസിനസ് പരമുണ്ടായ ഒരു കുടിപ്പകയാണോ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ വികാരം എന്നതിനെക്കുറിച്ചൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും റിമാൻഡിൽ കഴിയുന്ന ആളാണ്. ഇതുവരെ പോലീസിന് ഇതൊരു കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ അപകടമാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ തീപിടുത്തത്തിന് തൊട്ടു മുമ്പുണ്ടായ ഈ സംഭവത്തെ ഒരു ചെറിയ ദുരൂഹത എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിലേക്ക് ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ വേണം. അതിന് ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല, മറിച്ച് ഇത്തരം ബാഹ്യമായ ഇടപെടലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകളൊക്കെ വേണ്ടിവരും. എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ കഴിയും. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു, ഇക്കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ തീപിടുത്തത്തിൽ ഇത് എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് വരും ദിവസങ്ങളിലാവും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിശദമായ അന്വേഷണത്തിലെ സംഭവത്തിലെ ദുരൂഹത മാറ്റാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യം. 4 ഉപാധികളോടെയാണ് വഞ്ചൂർ 12ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. 2 മാസത്തേക്കോ കുറ്റപത്രം സമർപ്പിക്കും വരെയോ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നാണ് പ്രധാന ഉപാധി. 50,000 രൂപ വീതമുള്ള 2 ആൾ ജാമ്യം, പരാതിക്കാരിയെ ബന്ധപ്പെടുകയോ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും വ്യവസ്ഥയുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. പരാതിക്കാരി ഷാമിലിക്കും 2 മാസത്തേക്ക് വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും വിലക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ സംഭവത്തിൽ നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം നിയമമറിയാവുന്ന സ്വാധീനമുള്ള ബെയിലിൻ ദാസ്, മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നല്ലോ കോടതിയിൽ വാദിച്ചത്. പക്ഷേ അത് കോടതി തള്ളുന്നു, ഇയാൾക്ക് ജാമ്യം നൽകുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിക്കാരിയായിട്ടുള്ള ഷാമിലിക്ക് 2 മാസത്തേക്ക് ഈ വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന് വിലക്കുണ്ട്. എന്താണ് അത്തരമൊരു നടപടിയിലേക്ക് കോടതി കടന്നത്? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സംഭവിച്ചത്? ഏറ്റവും അത് തെറ്റായൊരു വിവരമാണ്. ആദ്യഘട്ടത്തിൽ പുറത്തു തെറ്റായ വിവരം മാത്രമാണ് ഷാമിലിക്ക് അവിടെ പ്രവേശിക്കാൻ വിലക്കുണ്ട് എന്നുള്ളത്. അത് അങ്ങനെയല്ല. ഈ ബെയിലിൻ ദാസിന് 2 മാസത്തേക്ക് ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയുള്ള പ്രദേശത്ത് കടക്കാൻ കഴിയില്ല. അവിടെ ബെയിലിൻ ദാസിനാണ് വിലക്കുള്ളത്. അവിടേക്ക് കാരണം അയാളുടെ ഓഫീസ് അവിടെയാണ്, കോടതി പരിസരം അതാണ്. ഇയാളുടെ ഓഫീസിലാണ് ഷാമിൽ ഉൾപ്പെടെയുള്ള ജൂനിയർ അഭിഭാഷകർ ജോലി ചെയ്യുന്നത്. അവിടേക്ക് ഇയാൾക്ക് വരാൻ കഴിയില്ല. വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊന്നും ഇയാൾക്ക് വരാൻ കഴിയില്ല. അത് സാക്ഷികളെ സ്വാധീനിക്കും,
ഇരയെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കാനാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെയോ അല്ലെങ്കിൽ 2 മാസമോ ഏതാണോ ആദ്യം 2 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന ഒരു ഉദ്ദേശം കൂടി ഇതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അതിനുശേഷം അയാൾക്ക് അവിടേക്ക് വരാം. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് സാക്ഷികളെ ആരെയും സ്വാധീനിക്കാൻ കഴിയില്ലെന്നാകും വിലയിരുത്തൽ. പ്രോസിക്യൂഷന്റെ വാദം ഇയാൾ നിയമത്തിൽ പരിജ്ഞാനമുള്ള ആളാണ്, അയാൾ ഉന്നത സ്വാധീനമുള്ളയാളാണ്, അയാൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെയും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിനിരയായ അഭിഭാഷകയും സ്വാധീനിക്കും എന്ന വിവരം എന്ന പ്രോസിക്യൂഷൻ വാദം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അത്തരമൊരു വ്യവസ്ഥ ഈ വ്യവസ്ഥ ജാമ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 50,000 രൂപയുടെ വീതമുള്ള 2 ആൾജാമ്യമുണ്ട്. മറ്റൊന്ന് കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന കർശനമായ താക്കീതുണ്ട്. ഇതിൽ ഉൾപ്പെടെ 4 ഉപാധികൾ വച്ചാണ് ബെയിലിൻ ദാസിനെ കോടതി ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ആ രീതിയിൽ അംഗീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വിധിയുടെ വിശദാംശങ്ങൾ ഇനിയും വിധി പകർപ്പ് പുറത്തു വരേണ്ടതുണ്ട്. ഈ 4 പോയിന്റ് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുക. ശ്യാമിലിക്ക് ഒരു വിലക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഇല്ല. ശ്യാമിലിക്ക് സ്വാഭാവികമായും നിയമത്തിൻ്റെ സംരക്ഷണം ഈ ഘട്ടത്തിൽ ലഭിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇത്തരമൊരു ജാമ്യ വ്യവസ്ഥ കോടതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇയാൾ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറത്തേക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജാമ്യം നൽകിയ ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം അയാൾ പുറത്തേക്ക് വരും. ഏതായാലും വളരെ ക്രൂരമായി സഹപ്രവർത്തകയെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിയുടെ ജൂനിയർ അഭിഭാഷകയുടെ കവിളിൽ പൊട്ടുന്ന തരത്തിലുള്ള അടി ഇയാളുടെ കൈകൊണ്ടുള്ള അടിയാണത്. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അടിയായത്. അത്ര അധികം ശക്തിയാൽ ഇയാൾ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. വർഷങ്ങളോളം തനിക്കൊപ്പം ജോലി ചെയ്ത ഒരു യുവതിയെയാണ് ഈ രീതിയിൽ ഇയാൾ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കോടതി ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിർദ്ദേശം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കരുതെന്നടക്കമുള്ള സാക്ഷികളെയോ അല്ലെങ്കിൽ ഇരയോ സ്വാധീനിക്കരുതെന്നടക്കമുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇയാൾക്ക് ഈ ജാമ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അല്പസമയത്തേക്ക് അയാൾ പുറത്തേക്ക് വരും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്യാമിലിക്ക് വലിയ വിഷമമുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഇരകളെ സ്ത്രീകൾക്ക് പിന്തുണ നൽകേണ്ട സഹപ്രവർത്തകർ പോലും ബെയിലിൻ ദാസിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. അതാണ് ഈ ശ്യാമിലിയെ ഇത്രയധികം വേദനിപ്പിച്ചതും. ഏതായാലും ഇന്ന് ഈ വിധി വന്ന ശേഷം അവരുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത്, പക്ഷേ പ്രതികരിക്കാനില്ല. നേരത്തെ ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ തനിക്ക് നീതി ലഭിച്ചു, തൻ്റെ ഭാഗം ശരിയാണെന്ന് തെളിഞ്ഞു എന്നൊരു നിലപാടാണ് ശ്യാമിലി സ്വീകരിച്ചത്. സ്വാഭാവികമായും ഈ കേസ് കോടതിയിൽ തെളിയിക്കപ്പെടുക എന്ന വലിയ വെല്ലുവിളിയാണ്. അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമായിരിക്കില്ല പ്രോസിക്യൂഷനും ഇത്. കാരണം ഈ അഭിഭാഷക സമൂഹത്തിന് വലിയ പിന്തുണ ഇപ്പോഴും ഈ പ്രതിക്കുണ്ട്. ബെയിലിൻ ദാസ് എന്ന മർദ്ദകനുണ്ട്. അതിനപ്പുറത്തേക്ക് അയാളുടെ ഓഫീസിലാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. പക്ഷേ അരുൺ, ഈ ബെയിലിൻ ദാസിനെ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇയാൾക്ക് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ശ്യാമിലിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ വികാരനിർഭരമായിട്ടാണ് അഡ്വക്കേറ്റ് ശ്യാമിലി ഈ ബാർ അസോസിയേഷൻ്റെ ബാർ കൗൺസിലിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചത്, ഓഡിയോ സന്ദേശം അയച്ചത്. ഇപ്പോഴും ആ രീതിയിൽ ഒരു രഹസ്യമായിട്ടുള്ള ഒരു പിന്തുണ ബെയിലിൻ ദാസിന്, ഈ കുറ്റക്കാരനായി പ്രതിയായിട്ടുള്ള ബെയിലിൻ ദാസിന് നൽകുന്നുണ്ട്, അഭിഭാഷകർ നൽകുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, രഹസ്യമായും പരോക്ഷമായുമല്ല, പ്രത്യക്ഷത്തിൽ തന്നെയുള്ള പിന്തുണ ബെയിലിൻ ദാസിന് വലിയൊരു വിഭാഗം അഭിഭാഷകർ, പ്രത്യേകിച്ചും മുതിർന്ന അഭിഭാഷകർ നൽകുന്നുണ്ട്. ആദ്യ ദിവസം ശ്യാമിലിക്കൊപ്പം നിന്ന അതേ അഭിഭാഷകരിൽ ചിലർ അവരുടെ സംഘടനയുടെ നേതാക്കളാണ്. അവർ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് രജിസ്ട്രേഷനിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നു. കോടതിയിൽ ഇയാൾക്ക് പിന്തുണയുമായി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന ആശ്വാസ വാക്കുകളുമായി നിന്നത് ഇതേ അഭിഭാഷകരാണ്. ബാർ അസോസിയേഷൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ വലിയ എതിർപ്പ് ശ്യാമിലിക്കെതിരെ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ചെയ്തതാണ് ശരി എന്ന നിലപാടുമായി അഭിപ്രായ പ്രകടനം നടത്തിയവർ നിരവധിയാണ്. അത് വനിതാ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ അക്കൂട്ടത്തിലുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്യാമിലിയെ കുറ്റപ്പെടുത്തി അവരാണ് പ്രകോപനമുണ്ടാക്കിയതെന്ന് പറഞ്ഞവർ നിരവധിയാണ്. കോടതിയിൽ കേസ് വന്നപ്പോൾ അയാൾക്ക് വേണ്ടി ഹാജരാകാനും അയാൾക്ക് ധാർമ്മിക പിന്തുണ നൽകാനും എത്തിയവർ നിരവധിയാണ്. അങ്ങനെ വലിയൊരു വിഭാഗം അഭിഭാഷകർ ഇപ്പോഴും ശ്യാമിലിക്കല്ല പിന്തുണ നൽകുന്നത്, പകരം ബെയിലിൻ ദാസിനാണ്. മാത്രവുമല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലും ഇവർക്കൊപ്പം നിൽക്കുന്ന അഭിഭാഷകരെ ഒറ്റപ്പെടുത്താനും അവരെ വിമർശിക്കാനുമുള്ള വലിയ ശ്രമം, ഒരു സംഘടിതമായ ഒരു
സംഘം അഭിഭാഷകർ നടത്തുന്നതും വ്യക്തമായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ കാര്യത്തിൽ ഷാമിലിക്ക് ലഭിച്ചതിനേക്കാൾ പിന്തുണ വഞ്ചിയൂരിലെ ബാർ അസോസിയേഷനിൽ നിന്ന് അവിടുത്തെ അഭിഭാഷകരിൽ നിന്ന് ലഭിച്ചത് ബേലിൻ ദാസ് എന്ന ഈ കേസിലെ പ്രതിക്കാണ്. അയാളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തെങ്കിൽ തന്നെ പ്രകോപനത്തിനടിസ്ഥാനം ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാണ് അയാളെ ഇരയാക്കാനുള്ള ശ്രമം കൂടി ഈ അഭിഭാഷക സമൂഹം നടത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ CAS ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചും കൊല്ലപ്പെട്ട ഐവിൻ ജോജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. CASF വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം ചർച്ചയായതോടെ പിന്നീടത് ഡിലീറ്റ് ചെയ്തു. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചരണം. പിന്നിൽ ഉയർന്ന CASF ഉദ്യോഗസ്ഥരാണെന്ന് ഐവിന്റെ സുഹൃത്തുക്കൾ ആരോപിച്ചു. കൊലപ്പെടുത്തിയ ശേഷവും ഐവിന് മേൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കിടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിന്റെ സ്ഥാനം, ഷെഫാണോന്നൊന്നും അറിയത്തില്ല, ഗുണ്ടാകൃതിയാണ് അവന്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇവൻ തെറിച്ചു പോയി വീഴുക ചെയ്ത്, അല്ല പിന്നെ ഇടിപ്പിച്ചൊന്നുമില്ല. ഐവിൻ ജോജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CASF ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുക. 1-ാം പ്രതി വിനയ് കുമാർ ദാസ്, 2-ാം പ്രതി മോഹൻ എന്നിവരെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആജ്ഞ, ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ന്യായീകരിക്കുന്നു, അയാളെ ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ CASFന്റെ ഔദ്യോഗികമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണോ ഇത്തരമുള്ള തെറ്റായ പ്രചരണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? ടോം, ഈ മെസ്സേജ്, വാട്സാപ്പ് മെസ്സേജ് വന്നിരിക്കുന്നത് CSFന്റെ ആളുകളെല്ലാവരുമുള്ള, ഉദ്യോഗസ്ഥരെല്ലാവരുമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. അത് ഈ CSF ഇൻസ്പെക്ടറെ വിനയ് കുമാറിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐവിൻ ജിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുത്തെ സ്ഥിരം ഗുണ്ടയാണ്. അയാൾ കാരണം, അതായത് 4-5 പേര് ചേർന്നാണ് ഇവരെ ആക്രമിച്ചത്. നമുക്ക് വിഷ്വലിലെ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഐവിനും ഈ പറയുന്ന വിനയ് കുമാറും തമ്മിലുള്ള തർക്കം, ആ ചുറ്റുവട്ടത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് CCTV ദൃശ്യങ്ങളിലൊക്കെ കാണാം. അതേസമയം ഈ അതേ വിഷ്വൽസും അതേ ദൃശ്യങ്ങളും ഇങ്ങനെ തെളിവായി നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു ഡിസ്കഷന് CSFന്റെ ഗ്രൂപ്പുകളിൽ സജീവമാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് മാത്രമല്ല, ഈ വോയിസ് മെസ്സേജ് വിനയ് കുമാറിനെയും മറ്റ് മോഹൻ കുമാറിനെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ന്യായീകരിക്കുമ്പോഴും അവിടെ അവർക്ക് പറ്റിയ ഒരു പിഴവ് എന്ന് പറയുന്നത് സാറിന് കൊല്ലേണ്ടി വന്നു എന്നാണ്, സാറിന് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നാണ്. പക്ഷേ കൊന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. അതല്ലെങ്കിൽ അത് നടന്നത് കൊലപാതകമാണ് എന്നുള്ളതിൽ വ്യക്തമായ തെളിവുണ്ട്. ഈ സാറ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുന്നുണ്ട്. ഈ ഓഡിയോ മെസ്സേജിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണ്. അതേസമയം ഈ ഐവിൻ ജിജോ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. ഗുണ്ട പ്രവർത്തനങ്ങളാണ് ഇയാളുടെ സ്ഥിരം പണി. അതുപോലെ ഇയാൾക്ക് ജോലി എങ്ങും കിട്ടാതിരുന്നത് അവിടെ ഈ രാഷ്ട്രീയ ഇടപെടലോടുകൂടിയാണ് ഈ എയർപോർട്ടിൽ ഒരു ജോലി, കാറ്ററിംഗ് സർവീസിൽ ഒരു ജോലി കിട്ടിയത്. അയാൾ ഷെഫാണോ എന്ന് പോലും ഉറപ്പില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അതേസമയം ഐവിൻ ജിജോ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ആളുകളുടെ റിയാക്ഷൻ, ഐവിൻ ജിജോ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്ത ഇടത്തെ ആളുകൾ ഐവിൻ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യങ്ങൾ, അമ്മ റോസ്മേരിയുടെ ഹോസ്പിറ്റലിലെ പരിചയക്കാരൊക്കെ ഐവിൻ എങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ള തുടങ്ങിയ റിയാക്ഷൻസും തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ വെളിപ്പെടുത്തലുകളും ഒക്കെ വന്ന ശേഷമാണ് ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് ഈ ഗ്രൂപ്പുകളിൽ
സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ ഹാസ്യമെന്ന് തോന്നുന്ന തരത്തിലേക്ക് കണ്ണടച്ചിരുട്ടാക്കുകയാണ് CSF ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഈ വിനയ്കുമാറിനെയും അതുപോലെ മോഹൻകുമാറിനെയും ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ഇവർ ചെയ്തത് തെറ്റല്ല, അത് ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ കൊല്ലേണ്ടി വന്നതാണ് എന്ന് പറയുന്നതാണ്. 1.5 കിലോമീറ്റർ ദൂരമാണ് ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ചെറിയ ഒരു ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയിലൊരു സ്ക്രാച്ചും ഉണ്ടായതുമായിട്ടുള്ള തർക്കത്തിന്റെ പേരിൽ നടത്തിയത്, ഓടിച്ചത്. അതിനുശേഷം ആ ബോണത്തിൽ നിന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശത്തിൽ ഒരു കാര്യം പറയുന്നത്, സാറിന് കൊല്ലാതെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു CS ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കാര്യം തുറന്നു പറയുന്നത്. അതായത് കൊലപ്പെടുത്തിയതാണെന്ന്, യുവാവിനെ ഐവിനെ കൊലപ്പെടുത്തിയതാണെന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ ഈ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് തന്നെയല്ലേ? അത് തന്നെയാണ് ടോം വ്യക്തമാകുന്നത്. കാരണം ഐവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് CSF ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ അയാൾ പറയുന്നുണ്ട്. അതായത് സാറിന് കൊല്ലേണ്ടി വന്നു എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? ഒരു CSF ഗ്രൂപ്പിലാണെങ്കിൽ പോലും അതല്ലെങ്കിൽ അവരുടെ സേനയിലാണെങ്കിൽ പോലും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഇവർ കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവ് തന്നെയാണ്. മറ്റുള്ള ദൃശ്യങ്ങളും അതല്ലെങ്കിൽ ഐവിനുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഐവിനെ കാറിന്റെ ബോണറ്റിലിരുത്തി കൊണ്ടുപോയതും ഒക്കെ നമുക്കറിയാം. ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ ശേഷവും ഐവിന് ഒരു ഗുണ്ടയായിരുന്നു, ഇവർ ഗുണ്ട ആക്രമണം നടത്തിയതിനിടയിൽ രക്ഷപ്പെട്ടോടുകയായിരുന്നു എന്ന തരത്തിലേക്ക് ഈ പറയുന്ന SIയെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും സാറിന് കൊല്ലേണ്ടി വന്നതാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യം കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു തെളിവ് കൂടിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. ടോം, എന്തായാലും ഈ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. പോലീസിന്റെ നീക്കം എന്താണ്? കാരണം ഈ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. മാത്രമല്ല ഈ രണ്ട് പേരും ഈ കേസിൽ പ്രതിയായതോടെ, കൊലക്കേസിൽ പ്രതിയായതോടെ വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ ഇപ്പോഴും CSF ഉദ്യോഗസ്ഥര് അവരെ സംരക്ഷിക്കുന്ന, ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ റിമാൻഡിലായ 14 ദിവസത്തേക്കാണ് പ്രതികൾ റിമാൻഡിലായിട്ടുള്ളത്. ഇന്നാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് അറിയിച്ചത്. എന്തായാലും നെടുമ്പാശ്ശേരി പോലീസ് ഇവർക്കുള്ള കസ്റ്റഡി അപേക്ഷ അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ ഒരു പക്ഷേ കസ്റ്റഡി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇവരുമായുള്ള തെളിവെടുപ്പുകൾ, ഇവരുടെ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിടും എന്നാണ് നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ്. എന്തായാലും കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. പക്ഷേ CSFുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പരാതികൾ, ഈ പരാതിയുടെ പരിഹാരങ്ങൾ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. കാരണം ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ CSFന്റെ ജവാന്മാർ കൂട്ടത്തോടെ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇവർ റോഡുകളിൽ വേട്ടപ്പട്ടികളെ പോലെയാണ് മനുഷ്യരോട് പെരുമാറുന്നത്, നാട്ടുകാരോട് പെരുമാറുന്നത് തുടങ്ങിയ പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം. പോലീസിന് തന്നെ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം ആ പ്രദേശങ്ങളിൽ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ഇവർക്ക് വീടുകൾ വാടകയ്ക്ക് കൊടുക്കണ്ട അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള വാടക വീടുകൾ ഒഴിയണമെന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ CSFന്റെ നിലവിൽ CSF തന്നെ ഇതിലൊരു ആഭ്യന്തര എൻക്വയറി നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട CSF ജവാന്മാരെ ആ സമയത്ത് സസ്പെൻഡ് ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവരെ പിരിച്ചുവിടണമെന്നാണ് പൊതുജന അഭിപ്രായം. അത് മാനിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അവരെ പിരിച്ചുവിടാനാണ് നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം ഇവരുടെ ഉന്നത അധികാര സമിതി ആയിരിക്കും ഉന്നതതല സമിതിയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും CSF ജവാന്മാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേ പറ്റൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അങ്ങനെയാണ് നാട്ടുകാർ മുഴുവൻ ഉറ്റുനോക്കുന്നത്. അതല്ലെങ്കിൽ നിയമം അത് അനുശാസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സൈനിക വൃത്തി നയിക്കുന്ന ആളുകളിൽ നിന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ആവശ്യം കൊല്ലപ്പെട്ട യുവാവിന്റെ
ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ CF ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. പല ഉന്നത ഉദ്യോഗസ്ഥർ പോലും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തുവിട്ടത്. ഇത് വിവാദമായതോടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ശബ്ദ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ചടയമംഗലത്ത് വീട്ടുമുറ്റത്ത് നിന്ന ചന്ദനമരം മോഷ്ടിച്ചു കടത്തി. തേവന്നൂർ പറമ്പിൽ മാധവക്കുറുപ്പിന്റെ വീടിന് മുന്നിൽ നിന്ന ചന്ദനമരമാണ് ഇന്ന് പുലർച്ചെ മോഷ്ടിച്ചത്. 30 വർഷം പഴക്കമുള്ളതാണ് ഈ മരം. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മോഷ്ടാക്കൾ തടിയുമായി കടന്നെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദനമരം ഇന്നലെ രാത്രി ഒരു 2:30 മുറിച്ച് കടത്തിക്കൊണ്ടുപോയി. എത്ര വർഷത്തെ പഴക്കം വരും? ഒരു 30 വർഷത്തെ പഴക്കം വരും. 30 വർഷത്തെ പഴക്കം വരും. ഈ പിന്നെ ഉണർന്നപ്പോഴത്തേന് ലൈറ്റിട്ട് അകത്ത് ലൈറ്റിട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഉണർന്നു വന്നപ്പോഴത്തേക്ക് അവർ പോയി കഴിഞ്ഞു. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, വീട്ടുമുറ്റത്ത് നിന്ന ചന്ദനമരം പ്രത്യേകിച്ച് ഈ പുലർച്ചെ അർദ്ധരാത്രിയിൽ മോഷ്ടിച്ച് കടത്തിയത് വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ മോഷ്ടാക്കൾ തടിയുമായി കടന്നെന്നാണല്ലോ വീട്ടുടമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? സംഭവത്തിൽ ഏത് തലങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്? ടോം, തേവന്നൂർ സ്വദേശി മാധവക്കുറുപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ നിന്ന ചന്ദനമരം മുറിച്ചു മാറ്റി എന്നാണ് പരാതി. ഇതിൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം അവിടെ പറയുന്ന കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യമുണ്ട്. ഈ മരം മുറിച്ചു മാറ്റിയത് രാത്രി 2:30 മണിയോടുകൂടി, പുലർച്ചെ 2:30 മണിയോടുകൂടി ഈ മരം മുറിച്ച് ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് വന്നു, വീട്ടുകാർ പുറത്തേക്ക് വന്നു എന്നാണ് ഈ വീട്ടിന്റെ ഉടമസ്ഥൻ പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഏത് വാഹനത്തിൽ കൊണ്ടുപോയി, അത് ആളുകൾ അവിടെ നിന്ന് ചുമന്നു കൊണ്ടുപോയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ വീടിന് മുന്നിൽ മരം നിൽക്കുന്നത് ആരെങ്കിലും നോക്കി വെച്ച ശേഷം പിന്നീട് ഇത് പുലർച്ചയോടുകൂടി കടത്തിക്കൊണ്ടു പോയതാണോ എന്ന സംശയം, ആ ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും എല്ലാ സാധ്യതകളും പരിശോധിക്കും. ഈ കാര്യമാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് പറയുന്നത്. 30 വർഷം പഴക്കമുള്ള മരമാണ്. ഏതാണ്ട് 12 അടിയോളം ഉയരമുണ്ട്. നമുക്കറിയാം, ഈ വനം വകുപ്പിന്റെ നിയമം അനുസരിച്ച് വീട്ടുവളപ്പിൽ നിൽക്കുന്ന ചന്ദനമരം പോലും മുറിക്കാനുള്ള അവകാശമില്ല. തേക്ക്, ഈട്ടി തുടങ്ങിയ മരങ്ങൾ മുറിക്കുന്നതിന് തന്നെ പ്രത്യേക അനുമതി വാങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായിരുന്നാലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ഇത് സംബന്ധിച്ചുണ്ടാകും. കാരണം പലപ്പോഴും ഇങ്ങനെ വീട്ടുവളപ്പുകളിലോ അല്ലെങ്കിൽ ഓഫീസ് വളപ്പിലോ ഏതെങ്കിലും പൊതുഭൂമിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ പബ്ലിക് ലൈബ്രറിയുടെ വളപ്പിൽ നിന്ന മരം മുറിച്ചു മാറ്റിയ സംഭവമുണ്ട്. ഈ മൺവിളയിൽ അടുത്തിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇങ്ങനെ ചന്ദനമരം മുറിച്ചു കൊണ്ടുപോയ സംഭവമുണ്ട്. ഇത് വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇതിന് പിന്നിൽ വലിയ മാഫിയകളുണ്ട്. ഏതായിരുന്നാലും ഈ കാര്യത്തിൽ ഇതിപ്പോൾ ഈ വീട്ടുകാർ നൽകിയിട്ടുള്ള മൊഴിയാണ്. അദ്ദേഹം പറയുന്നത് പുലർച്ചെ 2:30 മണിക്ക് ഈ ശബ്ദം കേൾക്കുകയും മരം മറിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കുകയും തുടർന്ന് അവർ പുറത്തു വന്ന് ഇത് പരിശോധിക്കുമ്പോൾ മരം കണ്ടില്ല എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് അതിനകത്ത് ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത്. കാരണം മരം വീണ ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് വന്നെങ്കിൽ ആ മരം കൊണ്ടുപോകുന്നത് കാണേണ്ടതാണ്. പക്ഷേ അത് വാഹനത്തിലാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവിടെ നിന്ന് ചുവന്നുകൊണ്ടുപോയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മൊഴി കൃത്യമായി പരിശോധിച്ച് ചടയമംഗലം പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ടോം, വിനോദ്, ഇത് കണ്ടിട്ട് സാമാന്യം വലിപ്പമുള്ള മരമാണ്. അങ്ങനെ ഒരു നിമിഷ നേരം കൊണ്ട് ഈ മരം വെട്ടിമുറിച്ച് പിന്നീട് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ഏത് സമയത്താണ് ഈ മരം മുറിച്ചതെന്നോ അതോടൊപ്പം എങ്ങനെയാണ്, എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ടോം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൺവിളയിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിയിലോ ഒക്കെ തന്നെ രാത്രിയാകുമ്പോൾ അവിടെ ജീവനക്കാരൊക്കെ പോയി ആൾവാസമില്ലാത്തൊരു സ്ഥിതി ഉണ്ടാകും.
പക്ഷേ ഇതങ്ങനെയല്ല. വീട്ടുകാരുള്ള അവിടെ ആളുകൾ കഴിയുന്ന വീടിന് മുറ്റത്ത് നിൽക്കുന്ന മരമാണ്, അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മരമാണ്. അങ്ങനെ അത്രയും ധൈര്യത്തോടു കൂടി അവിടെ വന്ന് ആ മരം മുറിച്ചുകൊണ്ട് പോവുക അങ്ങനെയുള്ളത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ഒരു സംഘം ആളുകളാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ വെട്ടിമുറിച്ചു എന്ന തരത്തിലാണ് അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും യന്ത്രഭാഗം കൊണ്ട് മുറിച്ചെടുക്കുകയല്ല, സമയമെടുത്ത് അത് വെട്ടിമുറിച്ചു എന്ന തരത്തിലാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും വീട്ടുകാർ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ അവർ ഈ ശബ്ദം കേട്ടു പുറത്തേക്ക് വന്നു എന്നാണ്. പുലർച്ചെ 2:30 മണിയാണ് സമയം പറയുന്നത്. അവർ പുറത്തേക്ക് വരുമ്പോൾ ഈ മരം കാണാതായി എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ. അതാരാണ്, എവിടേക്ക് പോയി, പെട്ടെന്ന് മരം വീണ ശബ്ദം കേട്ടെങ്കിൽ എന്തുകൊണ്ട് ആളുകളെ കണ്ടില്ല, ആ മരം എങ്ങനെ കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊരു വിശദമായ പരിശോധന വേണം. വീട്ടുകാർ പറയുന്നത് ഒരുപക്ഷെ അവർ എന്തെങ്കിലും അസ്വാഭാവികമായ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകാം. പുലർച്ചെയാണ്, ഇരുട്ടുള്ള സമയമാണ്. ഒരുപക്ഷെ ആ വീടിന് ഒരല്പം മാറി നിന്നു കഴിഞ്ഞാൽ ഈ മോഷ്ടാക്കളെ കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകില്ല. അങ്ങനെയൊക്കെയാണ്. ഈ മൊഴി പൂർണ്ണമായും പരിശോധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കണം എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചടയമംഗലത്താണ് വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദനമരം മോഷ്ടിച്ച് കടത്തിയത്. പക്ഷേ ഈ വീട്ടുടമയുടെ പരാതിയിൽ മൊഴികളിലൊക്കെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മോഷ്ടാക്കൾ തടിയുമായി കടന്നെന്നാണ് വീട്ടുടമ പറയുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് പോലീസും അതോടൊപ്പം വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.